എന്നും ഈ ബ്രൗൺ കളർ മുട്ടക്കറി മുട്ട റോസ്റ്റൊക്കെ കണ്ടു മടുത്തുന്നുണ്ടെങ്കിലേ ഇത് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. തിങ്കളാഴ്ച കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേ അവർക്ക് ലഞ്ച് ബോക്സിൽ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. ഇത് ഈ പൊറോട്ടയുടെയും നാനിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ ടൈറ്റ് കോമ്പിനേഷനായിരിക്കും. വെള്ളയപ്പോ നൂൽപ്പട്ടോ എന്തിൻ്റെ കൂടെയാണെങ്കിലും ഇത് നന്നായിട്ട് പോട്ടാ. ഞാനിന്ന് വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ടർ ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ മലായി പനീറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം തന്നെ പാൻ വെച്ചിട്ട് ഒരു 1/2 സ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം, ഒരു കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തീ വളരെ സിമ്മിലിടണം, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. വാടി വരുന്ന സമയത്തേക്ക് അതിലേക്ക് ഞാൻ ഒരു 1/2 വാളൻ നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് അതങ്ങനെ ചൂടാറാൻ വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് അരയ്ക്കുക ചെയ്തിട്ടുള്ളത്. അതാണ് അതിന് ഗ്രീൻ കളർ വരുന്നത്. പുതിനയില കുറച്ച് എടുത്താൽ മതി, മല്ലിയില കുറച്ചധികം വേണം കേട്ടോ. എന്നിട്ട് അത് പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റെപ്പ് 2 ആയിട്ട് മസാല സെറ്റാക്കാം. ആ പാനിലേക്ക് തന്നെ കുറച്ചധികം ബട്ടർ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം കേട്ടോ. റോസ്റ്റായി വരുന്ന സമയത്തേക്ക് നമ്മുടെ പച്ച കളർ ഗ്രേവിയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കഴുകി എടുത്തിട്ട് അതുകൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഗ്രേവിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ നിറയെ ഫ്രഷ് ക്രീമും കസ്തൂരി മേത്തിയും ചേർക്കുന്നുണ്ട്. കസ്തൂരി മേത്തി ഓപ്ഷണലാണ്, പക്ഷേ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ് കേട്ടോ. അതാണ് ഒരു ക്രീമി ടെക്സ്ചർ കലക്കി കൊടുക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ചെയ്ത് വെക്കോളൂ കേട്ടോ. വലിയ പണിയൊന്നും